നമസ്കാരം. കേരളത്തിലെ യു ടേൺ അടി സർക്കാരിന്റെ വിസ്മയങ്ങൾ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ സതീശ് ഏട്ടൻ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസ്മയം കൊണ്ട് ഇപ്പോ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നുള്ളതാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ആരായിരുന്നു ഷാജി അസ്കറിയ? വിദ്വേഷ യൂട്യൂബർ, മുസ്ലിം വിരുദ്ധൻ, അല്ലെ? എന്തൊക്കെ പുകിലായിരുന്നു. കെ മുരളീധരനൊക്കെ അന്ന് നടത്തിയ ആ പ്രതികരണം ഇപ്പോഴും യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. മുസ്ലിമുകളെ തമ്മിലടിപ്പിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ സ്ഥിരം വാർത്ത ചെയ്യുന്ന ഒരു 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 എന്താ പറയാ ഒരു വല്ലാത്ത രീതിയിലുള്ള വർഗീയവാദിയാണ് ഷാജി അസ്കറിയ എന്നായിരുന്നില്ലേ അന്ന് കെ മുരളീധരൻ പറഞ്ഞത്? ഇനി നമുക്കൊരു ചിത്രം കണ്ടാലോ. ഇന്നലെ ഷാജി അസ്കറിയ തന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. നമുക്ക് ആദ്യം ഒന്ന് കാണാം. അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പോസ്റ്റിന് മുകളിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: നേഴ്സുമാരുടെ തൃശൂരിലെ സമരം തീർക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായി ഇന്നലെ മന്ത്രി മുരളീധരനെ കണ്ടു മടങ്ങാൻ നേരം മുഖ്യമന്ത്രി ഉണ്ട് എന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് കയറി ചെന്നു. തിരക്കുകൾക്കിടയിലും സ്നേഹത്തോടെ സ്വീകരിച്ച കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സമരം തീർക്കാൻ വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പ് നൽകി. സമരത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സാഹചര്യം പോലും മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാമെന്നത് അതിശയകരമായി തോന്നി. എന്ത് അടിപൊളിയായിട്ടാണല്ലേ നമ്മുടെ ഷാജി അസ്കറിയ അങ്ങനെ സുഖിപ്പിക്കുന്നത്. ഇതേ ഷാജി അസ്കറിയയാണ് സതീശനെതിരെ നിരന്തരം പല വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതേ ഷാജി അസ്കറിയയാണ് ഇത്തവണ നിയമസഭയിൽ തോൽക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞ് ചെയ്ത വാർത്തയിൽ മുരളി തോക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ നിരന്തരം കോൺഗ്രസിനെതിരെ പല വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ പോലും അദ്ദേഹം വലിയ രീതിയിൽ തന്നെ രോഗശയ്യയിൽ കിടന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും വ്യാജ വാർത്ത ചെയ്തിട്ടുള്ള ഒരു മാലിന്യമാണ് ഷാജി അസ്കറിയ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ മാലിന്യത്തിനൊപ്പം നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ സതീശ, അത് ജനങ്ങൾ കാണാതെ പോകില്ല. എന്തായാലും പ്രവർത്തകരും നേതാക്കളും ഒക്കെ അത് കാണുന്നുണ്ട്. മാത്രമല്ല മുരളീധരനെ സമ്മതിക്കുന്നു, അല്ലെങ്കിലും മുരളീധരനെ സമ്മതിച്ചു കൊടുക്കാതെ വേറെ വഴിയില്ലോ. കാരണം മുരളി ഇപ്പോ ഒരു ജാതി യൂട്ടേണടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ എന്താണെന്നാ പറഞ്ഞത്, ഇപ്പൊ വരുമെന്നല്ലേ? അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ എന്താണ് പിന്നീട് പറഞ്ഞത്? അത് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രതികരണം ഇല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞ് യൂട്ടേൺ അടിക്കുന്ന നമ്മൾ മുരളീനെ കണ്ടു. അപ്പൊ മുരളി പിന്നെ ഷാജി അസ്കറിയക്കൊക്കെ നിന്ന് ഇങ്ങനെ ചർച്ച നടത്തിയില്ലെങ്കിൽ അതിശയുള്ളൂ. എന്തായാലും മുരളിക്കൊപ്പമുള്ള ഫോട്ടോ കൂടി ഷാജി അസ്കറിയെ പുറത്തു വിടേണ്ടതായിരുന്നു. എന്തായാലും ഇതൊക്കെ പ്രവർത്തകർ കാണേണ്ടതുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഏപ്പെട്ട ഏത് മാളത്തെ കയറിയിരിക്കുകയാണ് നമ്മുടെ നിലമ്പൂരിലെ മറ്റേ സിംബോ ഉണ്ടല്ലോ, നിലമ്പൂരിലെ നമ്മുടെ എന്താ പറയാ നിലപാടിന്റെ വേറെ രാസകുമാരനുണ്ടല്ലോ, പി വി അൻവർ. മൂപ്പര് ഇപ്പൊ എവിടെയാണെന്ന് ആലോചിക്കുന്നത്. മൂപ്പര് മൊത്തത്തിൽ ഈ വർഗീയവാദി ഷാജി അസ്കറിയെ അങ്ങ് പൂട്ടാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങി നടക്കുകയായിരുന്നു. എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല. ഞാൻ ഇപ്പൊ എല്ലായിടത്തും വലിയ നീക്ക് ഇപ്പൊ ഇവനെ പൂട്ടു എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം കുന്നത്തനാടിലെ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ വേണ്ടി വന്നു. ഒന്ന് ഈ മൂപ്പരെ അറസ്റ്റ് ചെയ്യാനും പിടിച്ചകത്തിടാനും, അല്ലെ? ഇവിടെ ആകെ ഷാജി അസ്കറിയെ ഭയന്ന് ഓടിയത് കണ്ടത് ശ്രീനിജനെ കണ്ടാണ്. അല്ലാതെ PV അൻവറിനെ കണ്ട് ഓടി നമ്മളൊന്നും കണ്ടിട്ടേ ഇല്ല. PV അൻവർ എന്തൊക്കെയോ കുറെ വക്കീലിനെ വെക്കുന്നു, കുറെ കേസുകൾ സെറ്റ് ചെയ്യുന്നു. പക്ഷെ പല സ്റ്റേഷനുകളിലും, അതായത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ പല സ്റ്റേഷനുകളിലും ഈ ഷാജി അസ്കറിയ എന്ന് പറയുന്ന വിദ്വേഷ യൂട്യൂബർക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കുമായിട്ട് ചെങ്ങാത്തം നടത്തുന്നു, ഇങ്ങനെയുള്ള ആളുകളുമായി ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ വിരോധാഭാസമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സർക്കാർ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഭരണത്തില് ഇല്ലാത്ത സമയത്ത് നമ്മുടെ സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് എന്താണ് പറഞ്ഞിരുന്നത്? വെള്ളാപ്പള്ളിയും തുഷാറിനെയൊക്കെ നോക്കി, അല്ലെ? അന്ന് ഈ വെള്ളാപ്പള്ളിയും തുഷാറൊക്കെ ഭീകരന്മാരായിരുന്നു. ആ തുറന്നിട്ടുണ്ടെങ്കിൽ വർഗീയത പറയുന്ന ആളായിരുന്നു വെള്ളാപ്പള്ളി, അല്ലെ? അതേ വെള്ളാപ്പള്ളിയെ കാണാൻ പോയത് ആരാ? മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ പൂ മാത്രമാണോ ചെയ്തത്? അല്ല, ബിന്ദു കൃഷ്ണ അനുഗ്രഹം മേടിക്കുന്നു. എന്തൊക്കെ മേളമാണ് നമ്മുടെ കേരളം കണ്ടത്, അല്ലെ? ഇപ്പോ വെള്ളാപ്പള്ളി നല്ലവനായ ഉണ്ണിയാണ്. തുഷാർ വെള്ളാപ്പള്ളി പൂച്ചണ്ടുമായിട്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പൂച്ചണ്ട് കൊടുത്ത് ഒരു ഫോട്ടോയും എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആരാണ് തുഷാർ വെള്ളാപ്പള്ളി? NDAയിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ ഒരു മുന്നണിയുടെ. മാത്രമല്ല പല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൈക്രോ ഫൈനാൻസിങ് കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ. അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുക മാത്രമാണോ ചെയ്തത്? അവിടെ നിന്നിട്ട് പല ഫോട്ടോ എടുക്കുന്നു, അതെടുക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ എടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു, അല്ലെ? എന്തൊക്കെ സംഭവങ്ങൾ കാണുന്ന രമേശ് ചെന്നിത്തല അവിടെ ചെന്നിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അപ്പോഴും തുഷാർ വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട് സന്ദർശിക്കുന്നു ഇവർക്കൊരു പ്രശ്നമല്ല.
ഒരു NDA മുന്നണിയുടെ നേതാവിന്റെ വീട് ഒരു കോൺഗ്രസ് നേതാവ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പോയി സന്ദർശിക്കുന്നതും അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നതും മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. മുഖ്യമന്ത്രി NDA നേതാവിന്റെ കയ്യിൽ നിന്ന് പൂച്ചണ്ട് മേടിച്ച് സെൽഫി എടുക്കുന്നത് ഇവിടെ ഒരു മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. കാരണം എന്താണ്? ഇത് പിണറായി കാലമല്ല, ഇത് VD സതീശന്റെ കാലമാണ്. VD സതീശൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത വിസ്മയം തന്നെ തീർത്തുകൊണ്ട് ഇവിടെ സംഘങ്ങൾക്കും സംഘപരിവാറിനും ഒക്കെ ഉഴുതു മറയ്ക്കാനുള്ള നിലം ഇങ്ങനെ റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് എന്തായാലും ഇനി ഷാജൻ സ്കറിയയ്ക്കൊക്കെ നല്ല ടൈമാണ് കേട്ടോ. എന്തും ഏതും ഒക്കെ വിളിച്ചു പറയാൻ പറ്റും എന്നുള്ള കാര്യം ഈ ഒരു ഒറ്റ ഫോട്ടോയിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഷാജൻ സ്കറിയ എത്രയധികം സ്ത്രീകളെയാണ് അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളത്, എത്രയധികം സ്ത്രീകൾക്കെതിരെയാണ് വ്യാജ വാർത്തകൾ ചെയ്തിട്ടുള്ളത്, ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ അയാൾ ചെയ്തിട്ടുള്ള എന്തോരം വർഗീയ വിദ്വേഷം തുപ്പുന്ന, എന്തോരം വർഗീയത തുപ്പുന്ന വാർത്തകൾ ഇന്നും അയാളുടെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്കൊപ്പം ഒക്കെ ഇരുന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ ചർച്ചയൊക്കെ നടത്തി എന്നുള്ള കാര്യം അയാൾ പുറത്തേക്ക് ജനങ്ങളെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഏത് വികാരമാകും പ്രകടിപ്പിക്കുക എന്നറിയണ്ടേ. പ്രവർത്തകരും ഈ നേതാക്കളും ഒക്കെ സതീശനെയും ഈ സർക്കാരിനെയും വലിച്ചൊട്ടിക്കുകയാണ്. നാണം തോന്നുന്നില്ലേ എന്നാണ് സതീശനോട് ചോദിക്കുന്നത്. നാണം തോന്നുന്നില്ലേ എന്ന് തന്നെയാണ് ചോദിച്ചു പോകുന്നത്. അതായത് ഈ നാട്ടിലെ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ വിഡ്ഢികളാക്കി കോൺഗ്രസിന്റെ നേതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ തരം താഴ്ന്ന രാഷ്ട്രീയമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓർക്കുന്നില്ലേ ഈ രമ്യ ഹരിദാസിനൊപ്പം നിന്ന് ഷാജൻ സ്കറിയ ഫോട്ടോ എടുത്തതും അവസാനം രമ്യ ഹരിദാസ് അത് പോസ്റ്റ് ചെയ്തതും പിന്നീട് രമ്യ ഹരിദാസ് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും അറിയാമല്ലോ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു UDF അനുകൂല തരംഗം ആഞ്ഞടിച്ചപ്പോഴും രമ്യ ഹരിദാസ് തോറ്റു. ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ നടന്നല്ലോ, അന്ന് മത്സരിച്ചു രമ്യ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അപ്പോഴും തോറ്റു. എങ്ങനെ തോറ്റു? കോൺഗ്രസ്സുകാരെ തന്നെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. നീ എവിടെ മത്സരിച്ചാലും ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ കഷ്ടിച്ച് എങ്ങനെയൊക്കെ കയറിപ്പോയി എന്നുള്ളത് മറ്റൊരു വസ്തുവാണ്. പക്ഷേ അതിന്റെ ഒരു വലിയ, അതായത് ഷാജന താങ്ങി നടന്നതിന്റെ അല്ലെങ്കിൽ ഷാജനെ സപ്പോർട്ട് ചെയ്തതിന്റെ ആ ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഏതൊക്കെ രീതിയിലാണ് രമ്യക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് പറയുന്നത്. സതീശ, ഇനി ആ സീറ്റ് കണി കാണണ്ട എന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. ഈ നാട്ടിലെ പോസ്റ്റ് ഒട്ടിച്ച് നടക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിച്ച് നടക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ മറ്റുള്ള എതിർ പാർട്ടികളോട് മല്ലിടുന്ന ആളുകളാണ് നിങ്ങളെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ നാട്ടിൽ ചോദ്യം ചെയ്യാൻ ഒരേ ഒരു അവകാശമുള്ളത് അവർക്ക് മാത്രമാണ്. അവരാണിപ്പോ പറയുന്നത്. VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ ഇപ്പി കാട്ടിക്കൊണ്ടിരിക്കുന്ന, ബിന്ദുകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇപ്പി കാണിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടില്ലായ്മ, അത് വലിയ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോ ഷാജൻ സ്കറി എന്ന് പറയുന്ന ഇയാൾക്കെതിരെ ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ വലിയ രീതിയിൽ തന്നെ ശബ്ദമുയർത്തിയൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. ആ സമയത്ത് VD സതീശനൊക്കെ ഈ പറയുന്ന ഷാജൻ സ്കറിയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനങ്ങളൊക്കെ ഒരു മൃദു സമീപനം തന്നെയായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച മുരളിയായിരുന്നു. മാത്രമല്ല പല പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവരെക്കാൾ നല്ല നിലപാട് സ്വീകരിച്ച കാഴ്ചയൊക്കെ നമ്മൾ അന്ന് കണ്ടിരുന്നു. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടം ആരുടെ പ്രൊഡക്റ്റ് ആണ്? ഷാജൻ സ്കറിയുടെ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? രാഹുൽ മാങ്കൂട്ടം വീട്ടിലിരിക്കുന്നു. എന്ത് സംഭവിച്ചു? അതാണ് പറഞ്ഞത്. ഇയാളെ താങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ ഏത് തോറ്റമ്പി എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്നും ആവാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇയാളെയൊക്കെ പേറി നടന്ന് ഉള്ള വില കൂടി കളയരുത് എന്നുള്ള കാര്യമാണ് സർക്കാരോട് പറയാനുള്ളത്. ഈ സർക്കാർ സംഘപരിവാറിനും സംഘപരിവാർ ഏജന്റുകൾക്കും ഒക്കെ കുടപിടിക്കുന്ന കാഴ്ച കാണുമ്പോൾ സത്യത്തിൽ കേരളം ആരാണ് ഭരിക്കുന്നത്? UDF അതോ BJP എന്ന് ചോദിച്ചു പോവുകയാണ്. BJP ഏജന്റ് എന്നല്ലേ ഇയാളെ പറ്റി പല പ്രമുഖ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അന്ന് പറഞ്ഞത് ഷാജനെ പറ്റി. ഇപ്പോ ആ BJP ഏജന്റുമായിട്ടിരുന്ന് ചർച്ച നടത്തുന്നു, ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോയിൽ വേറൊരാളെ കൂടി കാണാം, മുഹമ്മദ് ഷിയാസ്, നിലപാടിന്റെ മറ്റൊരു രാസകുമാരൻ. എന്തൊക്കെയാണ് കാണുന്നതല്ലേ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അപ്പൊ ഇത് നമ്മൾ വാർത്തയാക്കില്ലെങ്കിൽ മോശമല്ലേ? ഇവരുടെ യൂട്ടേൺ അടികളൊക്കെ അപ്പോ തന്നെ ജനങ്ങൾ അറിയണം. കാരണം നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചൊരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നിലപാടില്ലായ്മയും ഞങ്ങൾ ഇതാണെന്നുമൊക്കെ ജനം തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.